മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധി ദുരുപയോഗം ചെയ്യപ്പെട്ട കേസിൽ ലോകായുക്ത വിധി വിചിത്രമാണെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ. കേരളത്തിലെ ഏറ്റവും വലിയ അഴിമതി വിരുദ്ധ സംവിധാനമായ ലോകായുക്തയുടെ വിശ്വാസ്യത തകർക്കുന്ന വിധിയാണിത്. ഒന്നുകിൽ പിണറായി വിജയന്റെ മുഖ്യമന്ത്രി കാലാവധി തീരുന്നതുവരെ, അല്ലെങ്കിൽ ലോകായുക്ത നിയമ ഭേദഗതി ഗവർണർ ഒപ്പുവയ്ക്കുന്നതുവരെ വാദം നീട്ടിക്കൊണ്ടുപോകാനായിരിക്കും ശ്രമമെന്നും വി ഡി സതീശൻ പറഞ്ഞു. ലോകായുക്ത പുറപ്പെടുവിച്ചിരിക്കുന്നത് വിചിത്രമായ ഒരു വിധിയാണ്. കേരളത്തിലെ ഏറ്റവും വലിയ അഴിമതി വിരുദ്ധ സംവിധാനമായ ലോകായുക്തയുടെ വിശ്വാസ്യത മുഴുവൻ തകർക്കുന്നതാണ് ഈ വിധി എന്ന് പറയുന്നതിൽ വളരെയധികം ദുഃഖമുണ്ട്. ഒരു ലോകായുക്തയും രണ്ട് ലോകായുക്തയും കൂടിയ ഫുൾ ബെഞ്ച് തീരുമാനമെടുത്ത ഒരു സംഭവം ഇത്രയും വർഷങ്ങൾക്ക് ശേഷം 2019 കഴിഞ്ഞിട്ട് ഇപ്പൊ 4 വർഷമായി, 4 വർഷത്തിന് ശേഷം വീണ്ടും അത് ഫുൾ ബെഞ്ചിലേക്ക് പോകണം എന്ന് പറയുന്നത് ഞങ്ങളെ എല്ലാവരെയും വിസ്മയിപ്പിക്കുകയാണ്. ഒന്നുകിൽ പിണറായി വിജയൻ മുഖ്യമന്ത്രി തീരുന്നതുവരെ, അദ്ദേഹത്തിന്റെ കാലാവധി തീരുന്നതുവരെ, അല്ലെങ്കിൽ അദ്ദേഹം മുഖ്യമന്ത്രി അല്ലാതാവുന്നതുവരെ നീണ്ടുപോവുക, അല്ലെങ്കിൽ ലോകായുക്തയുടെ ഈ ഭേദഗതി ഗവർണർ ഒപ്പുവയ്ക്കുക. അത് പിന്നെ പ്രശ്നമില്ലല്ലോ. ദുരിതാശ്വാസ നിധി ദുരുപയോഗം ചെയ്ത കേസിൽ നിന്ന് മുഖ്യമന്ത്രിക്ക് രക്ഷപ്പെടാനാകില്ലെന്ന് രമേശ് ചെന്നിത്തല. ലോകായുക്തയ്ക്ക് മുൻപിലുള്ളത് സത്യസന്ധമായ കേസ്. മുഖ്യമന്ത്രി കാണിച്ചത് സ്വജനപക്ഷപാതമെന്നും കേസിൽ നിന്ന് രക്ഷപ്പെടാനാണ് നിയമ ഭേദഗതി കൊണ്ടുവന്നതെന്നും ചെന്നിത്തല കുറ്റപ്പെടുത്തി. ലോകായുക്തയുടെ മുന്നിൽ വന്നിരിക്കുന്ന ഈ കേസിനെ സംബന്ധിച്ചിടത്തോളം മുഖ്യമന്ത്രിക്ക് ഒരു കാരണവശാലും രക്ഷപ്പെടാൻ കഴിയില്ല. വിത്ത് എവിഡൻസ്, മുഴുവൻ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ സംസ്ഥാനത്തിൻ്റെ മുഖ്യമന്ത്രി എന്നുള്ള നിലയിൽ അദ്ദേഹം സ്വജനപക്ഷപാതം കാട്ടുന്നു. തനിക്ക് താല്പര്യമുള്ളവർക്കും ഗവൺമെൻറ് ഖജനാവിൽ നിന്ന് മുഖ്യമന്ത്രിയുടെ ഫണ്ട് ദുരിതാശ്വാസ നിധിയിൽ പണം കൊടുക്കുന്നു. ഇത് വളരെ വ്യക്തമാണ്. ഈ കേസ് പ്രഥമ ദൃഷ്ട്യാ തന്നെ ഈ മുഖ്യമന്ത്രി കുറ്റക്കാരനാണെന്ന് ആര് കണ്ടാലും മനസ്സിലാകുന്നൊരു കേസാണ്. ഫുൾ ബെഞ്ചിന് വിട്ടാൽ പോലും അവരിൽ നിന്നൊന്നും മുഖ്യമന്ത്രിക്ക് രക്ഷപ്പെടാൻ കഴിയില്ല. വളരെ ക്ലിയർ കേസാണിത്.